എപ്പോഴും ഒരുപോലെ ദോശ ഇഡ്ഡലിയും കഴിച്ച് മടുത്തോ? അത് മാത്രമല്ല നമുക്ക് ഈ ഓട്സ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കാനൊക്കെ മടിയാണ്. പക്ഷേ ദോശ ആയിക്കഴിഞ്ഞാൽ, അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ ആയിക്കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും. ആരും അത് കളയുകയില്ല. പിന്നെ ഓട്സ് ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയില്ല. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഓട്സ് മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. പൂർണ്ണമായിട്ട് അങ്ങനെ ഭയങ്കര പൗഡർ പോലെ ആവേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ തരിയൊക്കെ വേണം. അപ്പോൾ ഈ രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അതിനുശേഷം 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഓട്സ് തന്നെ എടുക്കുക. എന്നിട്ട് ആ ഓട്സിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് ദോശമാവിൻ്റെ കൂടെ 1 കപ്പ് തന്നെ നമ്മുടെ ഈ ഒരു ഓട്സ് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. കറക്റ്റ് ആ ഒരു പാകത്തിന് ചേർക്കുക. അപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു തരിതരിപ്പോട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ദോശയായിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരുപാടൊന്നും വേണ്ട, ദോശയല്ലേ, ഒരുപാട് അങ്ങനെ എരിവൊന്നും നമുക്ക് ഇഷ്ടാവില്ല. കുറച്ച് പച്ചമുളക്, കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ദോശ തയ്യാറാക്കാം. ഒരുപാട് തിന്നായിട്ടൊന്നും പോണ്ട, കുറച്ച് തിക്കായിട്ടുള്ള മാവായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കുക. ഇനി കുറച്ചുകൂടെ ഒരു ഫ്ലേവർ വേണ്ടേ? ശരിക്കും ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇട്ടില്ലെങ്കിൽ വെറുതെ ഓട്സ് മാത്രം ചേർത്ത് തയ്യാറാക്കിയാലും ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മല്ലിയിലയും കൂടെ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഒപ്പം ശരിക്കും കറി, ഈ ദോശ കഴിക്കാനായിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും കറി ഇഷ്ടമുള്ളവർക്ക് കറി ചേർത്ത് കഴിക്കാം. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അതിനുശേഷം ഇത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഈ ഒരു സവാളയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും മിക്സിയിലൊന്ന് അടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൽ കുറച്ച് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാത്ത രീതിയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ മാവ് ഇതാ ഇതുപോലെ പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഓട്സ് ഇതാ നല്ല രസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓട്സിന് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിന് പൗഡർ പോലെ പൊടിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇതിനൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ ആരും അറിയാനൊന്നും പോകുന്നില്ല, കഴിച്ചോളും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഓട്സ്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. അതിന് ശേഷം മറ്റേ സൈഡും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശയാണ്. ഓട്സ് മാത്രമായിട്ടുള്ള ദോശമാവും ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓട്സ് മാത്രമായിട്ട് ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ കഴിക്കാതിരിക്കേണ്ട, അങ്ങനത്തെ പ്രശ്നമൊന്നും വേണ്ട. നല്ല മൊരുമരാന്ന് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഇതിനു വേണ്ടി ഒരുപാട് സമയമൊന്നുമില്ല. എന്തായാലും ദോശമാവ് വീട്ടിലുണ്ടാവും. അപ്പോൾ കുറച്ച് ദോശമാവിനോട് ഇതൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയുണ്ടല്ലോ, വേറെ കറിയുടെ ഒന്നും യാതൊരുവിധ ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ഇഷ്ടത്തോടെ തന്നെ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അതുപോലെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഈ ഒരു ഓട്സ് ദോശ.